السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. സെയ്ദ് ബിൻ അർഖം റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു തന്നിട്ടുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീർഘമായ പ്രാർത്ഥനയുടെ ആദ്യ ഭാഗമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ മനസ്സിലാക്കിയത്. 6 കാര്യങ്ങളിൽ നിന്ന് അള്ളാഹുവിനോട് രക്ഷയെ ചോദിക്കുകയാണ് പ്രസ്തുത ഭാഗത്ത്. പ്രാർത്ഥന പഠിക്കുകയും അതിൻ്റെ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ആഗ്രഹത്തോടുകൂടെ പടച്ചതമ്പുരാനോട് ചോദിക്കുകയും ചെയ്യുന്നുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. പ്രാർത്ഥനയുടെ രണ്ടാമത്തെ ഭാഗം ഇങ്ങനെയാണ്: അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹ വസക്കിഹ അൻത ഖൈറു മൻ സക്കാഹ അൻത വലിയുഹ വമൗലഹ. നേരത്തെ ആദ്യ ഭാഗം പറഞ്ഞെടുത്ത് അള്ളാഹുവിനെ അഭിസംബോധന ചെയ്തിട്ടുള്ളത് അല്ലാഹുമ്മ എന്ന് പറഞ്ഞിട്ട്, അള്ളാഹുവേ. ഇവിടെയും അങ്ങനെ തന്നെയാ. രണ്ടാമത്തെ ഭാഗം പറയുമ്പോഴും അള്ളാഹുവിനെ അഭിസംബോധന ചെയ്യുകയാണ് ആദ്യം, അല്ലാഹുമ്മ. എന്നിട്ട് പടച്ചവനോട് ആവശ്യപ്പെടുന്നത് മുകളിൽ ഇന്നി അഊദു ബിക എന്നായിരുന്നു, ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു എന്ന്. ഇവിടെ രക്ഷ ചോദിക്കുകയല്ല ചെയ്യുന്നത്, ഇവിടെ ആവശ്യപ്പെടുകയാണ്. ആവശ്യപ്പെടുന്നത് ഇങ്ങനെയാണ്: ആത്തി. ആത്തി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾക്കറിയാം. റബ്ബന ആത്തിന, ഞങ്ങളുടെ റബ്ബെ ഞങ്ങൾക്ക് നീ നൽകണമേ എന്നാണ് അതിന് നമ്മൾ അർത്ഥം പറയാറുള്ളത്. ആത്തി എന്ന് പറഞ്ഞാൽ നീ നൽകി എന്ന, ആത്ത എന്ന് പറഞ്ഞാൽ നൽകിന, അത്ത എന്നല്ല കേട്ടോ, ആത്ത എന്ന് പറഞ്ഞാൽ നൽകിന. അതിൻ്റെ കൽപ്പനക്രിയയാണ് ആത്തി, നീ നൽകണമേ. എന്തിനാ നൽകേണ്ടത്? നഫ്സി, എൻ്റെ നഫ്സിന്. മലയാളത്തിൽ വേണമെങ്കിൽ നമ്മൾക്ക് ആത്മാവ് എന്നോ മനസ്സ് എന്നോ ഒക്കെ അർത്ഥം പറയാം. അത് നമ്മളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. പലതവണ നഫ്സ് എന്താണ് എന്ന് നമ്മൾ വിശദീകരിച്ചതാണ്. നമ്മുടെ വിചാര വികാരങ്ങളുടെയൊക്കെ കേന്ദ്രമാണത്. മനുഷ്യനെ സക്രിയനാക്കുന്നതും നിഷ്ക്രിയനാക്കുന്നതും ഒക്കെ മനുഷ്യൻ്റെ നഫ്സാണ്. ആ നഫ്സിന് നീ നൽകണമേ എന്നാണ് പറയുന്നത്. അല്ലാഹുമ്മ ആതി നഫ്സി. എന്താണ് നൽകേണ്ടത്? തഖ്വ. തഖ്വയാണ് നൽകേണ്ടത്. എന്തിനാ നമ്മളിപ്പോൾ നോമ്പെടുക്കുന്നത് എന്ന് ചോദിച്ചാൽ നമ്മൾ തഖ്വ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ തഖ്വ നമ്മളുടെയൊക്കെ മനസ്സിലുണ്ട്. അതിനെ പ്രയോഗവൽക്കരിക്കാൻ പറ്റുന്ന രൂപത്തിൽ പരിശീലിച്ച് പാകപ്പെടുത്തുക എന്നുള്ളതാണ്. നമ്മൾക്കൊക്കെ ഉള്ള സ്കില്ലുകളെ പരിശീലനത്തിലൂടെ ഉപയോഗപ്രദമാക്കുകയും അതിലൂടെ വിജയം നേടാൻ പ്രാപ്തരാകുകയും ചെയ്യാറുണ്ടല്ലോ നമ്മൾ. അതേപോലെ പടച്ചതമ്പുരാൻ നമ്മളുടെ മനസ്സിലിട്ട് തന്നിട്ടുള്ള ഒരു സാധനമാണ് തഖ്വ എന്ന് പറയുന്നത്. ആ തഖ്വക്ക് വേണ്ടിയാണ് നമ്മൾ ചോദിക്കുന്നത് പടച്ചവനോട്. തഖ്വ നമ്മൾ പരിശീലിച്ച് ഉപയോഗപ്രദമാക്കേണ്ട ഒരു സംഗതിയാണത്. പക്ഷേ അത് നേടിയെടുക്കാൻ കഴിയണമെങ്കിൽ പടച്ചവന്റെ പ്രത്യേകമായ തൗഫീഖും അനിവാര്യമാണ്. അതുകൊണ്ടാണ് പടച്ചവനോട് നമ്മൾ പറയുന്നത് അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹ. പകല് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾക്ക് അനുവദനീയമായ പലതും നമ്മൾ വേണ്ട എന്ന് വെക്കുന്നത് ഈ തഖ്വ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹ. അള്ളാഹുവെ എൻ്റെ നഫ്സിന് നീ അതിൻ്റെ തഖ്വ നൽകണമേ. രണ്ടാമത്തെ ആവശ്യം വസക്കി ഹ എന്ന. സക്കി, സക്ക എന്ന പദത്തിന്റെ കൽപ്പനക്രിയയാണ് സക്കി. തസ്കിയത്ത് നടത്തുക എന്ന് അതിൻ്റെ അർത്ഥം. സക്ക എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ നമ്മൾ സംസ്കരിക്കുക എന്നാണ് പറയാറുള്ളത്. വസക്കി, നീ സംസ്കരിക്കണമേ, തസ്കിയത്ത് നടത്തണമേ. ഏതിനെ? ഹാ, അതിനെ എന്ന് പറഞ്ഞാൽ ഏതിനെ? നഫ്സിനെ. അപ്പൊ രണ്ടാവശ്യങ്ങളാണ് ഇവിടെ പറയുന്നത്. രണ്ടും നഫ്സുമായി ബന്ധപ്പെട്ട രണ്ടാവശ്യങ്ങളാണ്. ഒന്ന് നഫ്സിന് തഖ്വ നൽകണമേന്ന, രണ്ടാമത്തത് അതിനെ തസ്കിയത്ത് നടത്തണമേ. തസ്കിയത്ത് എന്ന് പറഞ്ഞാൽ സക്ക എന്നത് രണ്ടർത്ഥത്തിൽ വരും. അപ്പൊ സക്കൽ മാലു എന്ന് പറഞ്ഞാൽ സമ്പത്ത് വർദ്ധിച്ചു എന്നാ, വളർന്നു, വർദ്ധിച്ചു. നമ എന്നൊക്കെയാണ് അർത്ഥം. ഈ നമ സക്കൽ മാലു എന്ന് പറഞ്ഞാൽ നമ, അത് വളർന്നു എന്നാ.
രണ്ടാമത്തേത് സൗബ എന്ന് പറയും നമ്മൾ. സൗബ എന്ന് പറഞ്ഞാൽ വസ്ത്രം ശുദ്ധീകരിച്ചു എന്നാ, വസ്ത്രത്തിൽ വീണിട്ടുള്ള അഴുക്കുകളിൽ നിന്ന് ശുദ്ധീകരിക്കുക. അപ്പൊ തസ്കിയത്ത് എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും ചേർന്നതാണ്, വളർച്ചയും ശുദ്ധീകരണവും ചേർന്നതാണ്. നമ്മളുടെ മനസ്സിന് വളർച്ച വേണം. നമ്മളുടെ മനസ്സിൽ ഉണ്ടാകുന്ന തെറ്റുകൾ ചെയ്യുന്നതിന്റെ പേരിൽ ഉണ്ടാകുന്ന കറകള് ശുദ്ധീകരിക്കപ്പെടണം. റമദാൻ കൊണ്ടൊക്കെ നേടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി അതാണ്. അത് പടച്ചോൻ തരുന്നൊരു സംഗതിയാണ്. മനസ്സിലെ പാപക്കറകൾ ശുദ്ധീകരിക്കപ്പെടുക എന്നുള്ളത്. അത് നമുക്ക് പരിശീലനത്തിലൂടെ നേടാൻ കഴിയുന്നതല്ല കേട്ടോ. ചെയ്തുപോയ തെറ്റുകൾ പൊറുക്കപ്പെടുക, മനസ്സ് ശുദ്ധീകരിക്കപ്പെടുക എന്നുള്ളത് പടച്ചോന്റെ ഔദാര്യമായി കിട്ടേണ്ട ഒരു സാധനം. നമ്മളുടെ മനസ്സിന്റെ ഇച്ഛകളെ നിയന്ത്രിക്കാനുള്ള കരുത്ത് നേടുക എന്നുള്ളത് നമ്മൾ പരിശീലിച്ച് നേടേണ്ട ഒരു സംഗതിയാണ് തഖ്വ. അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. സക്കിഹ എന്ന് പറഞ്ഞാൽ അതിനെ ശുദ്ധീകരിക്കണമെന്നോ അല്ലെങ്കിൽ അതിനെ വളർത്തണമേ എന്നൊക്കെ, ഇത് രണ്ടും ഉൾക്കൊള്ളുന്നതാണ് തസ്കിയത്ത് എന്ന് പറയുന്നത്. ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമ്മൾ വിജയിക്കും. മനസ്സ് നന്നായാൽ നമ്മൾ ഐഹിക ജീവിതത്തിലും പാരത്രിക ലോകത്തും വിജയിക്കട്ടെ. ഒന്ന്, മനസ്സ് ശുദ്ധമാകണം. രണ്ട്, മനസ്സ് സ്ട്രോങ് ആവണം, കരുത്തുള്ളതാവണം. അതിലുള്ള അനാവശ്യമായ ചിന്തകളും അസൂയ, കുശുമ്പുന്നതും അതൊക്കെ ഇല്ലാതാവണം. അതേപോലെ അതിൽ പാപക്കറകളൊന്നും ഇല്ലാതിരിക്കണം. അതിനെ നിയന്ത്രിക്കാനുള്ള കരുത്ത് നമ്മൾക്ക് ഉണ്ടാവുകയും വേണം. അങ്ങനെ വരുമ്പം ഈ ലോകത്തും പരലോകത്തും നമ്മൾക്ക് വിജയിക്കാൻ കഴിയും. അപ്പൊ ഇവിടെ നമ്മൾ ആവശ്യപ്പെടുന്നത് രണ്ട് കാര്യങ്ങളാണ്. അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹ, അള്ളാഹുവെ എൻ്റെ നഫ്സിന് തഖ്വ നൽകണമേ. പഠിക്കാൻ എളുപ്പാട്ടോ. അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹ, അള്ളാഹുവെ എൻ്റെ നഫ്സിന് നീ തഖ്വ നൽകണമേ. രണ്ടാമത് പറയുന്നത് വസക്കിഹ, അതിനെ സംസ്കരിക്കണമേ. എന്നിട്ട് അതിനോട് ചേർത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്, അൻത ഖൈർ, അൻത ഖൈർ, നീയാണ് ഏറ്റവും നല്ലവൻ, ഏറ്റവും ഉത്തമൻ. മൻ സക്കാഹ, അതിനെ തസ്കിയത്ത് നടത്തുന്നവരിൽ, അതിനെ നഫ്സിനെ തസ്കിയത്ത് നടത്തുന്നവരിൽ ഏറ്റവും ഉത്തമൻ നീയാണ്. അതുകൊണ്ട് നീ എനിക്കത് തസ്കിയത്ത് നടത്തി തരണം എന്ന് പടച്ചുകൊണ്ട് നമ്മൾ ആവശ്യപ്പെടാണ്. എന്നിട്ട് അവസാനം അള്ളാഹുവിന്റെ രണ്ട് ഇസ്മുകൾ, അള്ളാഹുവിന്റെ രണ്ട് സിഫത്തുകൾ അടങ്ങിയിരിക്കുന്ന അള്ളാഹുവിന്റെ രണ്ട് നാമങ്ങൾ പറഞ്ഞിട്ടാണ് പ്രാർത്ഥന അവസാനിപ്പിക്കുന്നത്. ഏതൊക്കെയാണത്? അൻത, നീ, വലിയുഹ, അതിന്റെ വലിയാണ്. നമ്മളുടെ വലിയാണ് അള്ളാഹു എന്ന് പറയാറുണ്ട്. വമൗലാഹ, അതിന്റെ മൗലയുമാണ്. വലിയ എന്ന് പറഞ്ഞാൽ ഉറ്റമിത്രം എന്ന് നമ്മൾ അർത്ഥം പറയാറുണ്ട്. വലിയ എന്ന് പറഞ്ഞാൽ അതൊരു ഖുർബുമായി ബന്ധപ്പെട്ടതാണ്, ഒരു അടുപ്പവുമായി ബന്ധപ്പെട്ടാണ് ശരിക്കും വലിയ, വലായത്ത് എന്നൊക്കെ പറയുന്നത്. അപ്പം നീ അതിന്റെ വലിയാണ്, നീ അതിന്റെ മൗലയുമാണ്. അതും അതേ പദത്തിൽ നിന്ന് തന്നെ വരുന്നതാണ് മൗല എന്ന് പറയുന്നത്. പക്ഷെ വലിയും മൗലയും വ്യത്യസ്തങ്ങളായ, അൽ വലി എന്നതും അൽ മൗല എന്ന് പറയുന്നതും വ്യത്യസ്തങ്ങളായ അള്ളാഹുവിന്റെ രണ്ട് നാമങ്ങളാണ്. വലിയ എന്ന് പറയുന്നത് കുറച്ചും കൂടെയൊക്കെ പടച്ചവന്റെ ഒരു നിയന്ത്രണവും പടച്ചവന്റെ ഒരു അധികാരവും ഒക്കെ അടങ്ങിയിരിക്കുന്ന ഒരു സംഗതിയാണ് വലിയ എന്ന് പറയുന്നത്. മൗല എന്ന് പറയുന്നത് നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങളിൽ അകപ്പെടുമ്പോഴും ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴും ഒക്കെ നമ്മൾ അവലംബിക്കുന്ന ഒരാൾ എന്നുള്ള നിലക്കാണ്, അല്ലെങ്കിൽ ഒരു ശക്തി എന്നുള്ള നിലക്കാണ് മൗല എന്ന നാമം വരിക. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്, രണ്ട് നാമങ്ങളും. ആ രണ്ട് നാമങ്ങളെ പറഞ്ഞുകൊണ്ടാണ്, മനസ്സിനോട് ചേർത്തുകൊണ്ട് പറഞ്ഞാണ്, മനസ്സിന്റെ അതിന്റെ വലിയുഹ, അതിന്റെ വലിയും അതിന്റെ മൗലയും നീയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പ്രാർത്ഥന നമ്മൾ അവസാനിപ്പിക്കുന്നത്. പ്രാർത്ഥന പഠിക്കാൻ വളരെ എളുപ്പമാണ്, ചെറിയ പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ ആതി നഫ്സി, അള്ളാഹുവെ എൻ്റെ നഫ്സിന് നീ നൽകണമേ. എന്താ നൽകേണ്ടത്? തഖ്വാഹ, അതിന്റെ തഖ്വ. വസക്കിഹ, അതിനെ നീ ശുദ്ധീകരിക്കണമേ അല്ലെങ്കിൽ സംസ്കരിക്കണമേ. അൻത ഖൈറു മൻ സക്കാഹ, അതിനെ സംസ്കരിക്കുന്നവരിൽ ഏറ്റവും ഖൈറായിട്ടുള്ളത്, ഉത്തമനായിട്ടുള്ളവൻ നീയാണ്. വ അൻത വലിയുഹ വ മൗലാഹ, അതിന്റെ വലിയും മൗലയും നീയാണ്. ഒരു 3 പാർട്ടായിട്ടായിട്ട് പഠിച്ചാൽ മതി. ഒന്ന്, എൻ്റെ നഫ്സിനെ നീ തഖ്വ നൽകണമേ, അതിനെ ശുദ്ധീകരിക്കണമേ. എന്നിട്ട് അതിനോട് ചേർത്ത് പറയുന്നത് നീയാണ് ഏറ്റവും ഉത്തമൻ. ആരിൽ? മൻ സക്കാഹ, അതിനെ സംസ്കരിക്കുന്നവരിൽ. അവസാന പാർട്ട് നീയാണ് അതിന്റെ വലിയും മൗലയും. അൻത വലിയുഹ വ മൗലഹ. അള്ളാഹു പ്രാർത്ഥനകൾ കൂടുതൽ മശൂറായിട്ടുള്ള പ്രവാചകനിൽ നിന്ന് വന്നിട്ടുള്ള പ്രാർത്ഥനകൾ കൂടുതൽ പഠിക്കാനും അത് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കാനും പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള തൗഫീഖ് നമ്മൾക്കൊക്കെ പ്രദാനം ചെയ്യുമാറാവട്ടെ. പ്രത്യേകിച്ച് റമദാനാണ്. റമദാനിന്റെ നിയമങ്ങൾ പറയുന്നതിനിടയിലാണ് പടച്ചോൻ ദുആയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്.
ദുആക്ക് വളരെ പ്രാധാന്യമുണ്ട് ഈ ഒരു ആരാധനാകർമ്മത്തിനിടയിൽ. അതിനെ പരമാവധി ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.